ഇന്നലെ ഈ സംസാരങ്ങൾ ആ സ്റ്റേഷനിൽ നടക്കുമ്പോ ആ പരിസരത്ത് തന്നെ ഉണ്ട് ഇയാള്. എന്നിട്ടും ഇതുവരെയും സ്റ്റേഷനിൽ ഇല്ല, അയാളെ വിളിച്ചിട്ടുമില്ല, ഈ കാര്യങ്ങൾ അവർ അന്വേഷിച്ചിട്ടുമില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ ഭർത്താവിന് പണമുണ്ട്, അവർക്ക് ആൾ സ്വാധീനമുണ്ട്, അവരെ പിന്നെ ഇന്ന് സഹായിക്കാൻ അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരിന്ന് വന്ന കോടതിയിൽ നിന്ന് വന്ന് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താം, അല്ലാതെ പറ്റത്തില്ല. ഈ പോലീസുകാർ തന്നെയാണ് ഇതിന് ഉത്തരവാദി, നമ്മളെ മരണത്തിന് ഉത്തരവാദി. ആ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾ പുറം ലോകത്ത് എത്തിച്ചപ്പോഴാണ് പഞ്ചായത്ത് അധികൃതരാവട്ടെ ഇവിടുത്തെ ജനപ്രതിനിധികളാവട്ടെ ഒന്ന് വിളിച്ചെങ്കിലും നോക്കിയത്. പക്ഷെ ആരും ഇവിടെ എത്തിയിട്ടില്ല ഈ നിമിഷം വരെ. എന്ന് മാത്രമല്ല, ഇവർ പരാതി നൽകിയ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുവരെയും ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആ നരാധമനെ വിളിച്ചിട്ട് പോലുമില്ല. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അച്ഛന്റെ ക്രൂര പീഡനത്തെ തുടർന്ന് ഇരയായ മക്കൾ അവരുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ആ അമ്മ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ വീട്ടിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം ഇവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയപ്പോൾ അവർക്ക് അവിടെ നിന്നുണ്ടായ ചില തിക്ത അനുഭവങ്ങൾ കൂടി ഞങ്ങളോട് തുറന്നു പറയുന്നു. ഈ സംഭവത്തെ തുടർന്ന് ഞങ്ങൾ ഈ സ്റ്റേഷൻ പരിധിയിലെ SIയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ പ്രതികരണം ഇങ്ങനെയാണ്. CWCക്കാണ് നിലവിൽ ഈ കേസ് ചാർജ് ഉള്ളത്. CWCക്ക് ഈ കേസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവർ സ്വാഭാവികമായിട്ട് നമ്മൾ സ്റ്റേഷനിൽ ഒരു പരാതി നൽകുമ്പോൾ പരാതി സ്വീകരിച്ചതിന് ശേഷം റിസീവ് ചെയ്യുന്ന ഒരു റെസിപ്റ്റ് ഉണ്ട്. ആ റെസിപ്റ്റ് ഇവർക്ക് തീർത്തും കൊടുത്തിട്ടില്ല, റെസിപ്റ്റ് കൈപ്പറ്റിയിട്ടില്ല എന്നുകൂടിയാണ് ഇവർ ഞങ്ങളെ അറിയിക്കുന്നത്. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എങ്കിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ഇമ്പാക്റ്റിന് പകരം വളരെയധികം വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുമായിട്ടാണ് വീണ്ടും ഞങ്ങൾക്ക് ഇവിടേക്ക് വരേണ്ടി വന്നത്. ചേച്ചി, ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തതല്ല, ഈ വീഡിയോ കണ്ടിട്ട് രാത്രി ഒരു 10:30 മണിക്ക് SI എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വിഷയം സ്റ്റേഷനിൽ പറയാതെ നിങ്ങൾ എന്തിനു മീഡിയക്കാരെ വിളിച്ചു വരുത്തി, അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഇത്രയും വലിയൊരു ക്രൂരത നടന്നിട്ട് ഞാൻ ഈ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മുന്നേ ഇരുന്ന SIമാരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോഴത്തേനും അയാളെ വിളിക്കും, ഒത്തുതീർപ്പാക്കും, വിടും. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ 2 മാസത്തിനിടയ്ക്ക് വെളിയിൽ നിന്നും കൊണ്ടുള്ള ഈ നോട്ടം കൊണ്ടും അല്ലാതെ കുഞ്ഞുങ്ങളെ വരട്ടും അങ്ങനെ അല്ലാതെ ഞങ്ങളെ വീട്ടിൽ കയറിയൊന്നും ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല ഈ 2 മാസം കൊണ്ട്. അപ്പോഴതുകൊണ്ട് പരാതി തരണ്ട, ഞങ്ങൾ കാരണം ഇനി ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോഴവർ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇയാൾ കയറി വരുമ്പോ നീ എന്തുകൊണ്ട് കതവ് തുറന്നു കൊടുത്തില്ല? SI അതവിടെ എങ്ങനെ അറിഞ്ഞു? അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവര് ഈ വാർത്ത കണ്ടിട്ട് ഭർത്താവിന്റെ വീട്ടുകാരെ വിളിച്ചു കാണും, അല്ലെങ്കിൽ അന്വേഷിച്ച് പോയിട്ടുണ്ട്. ആ ചെന്നപ്പോഴത്തേനും അവിടെ നിന്ന് അവര് കൊടുത്ത അറിയിപ്പ് മൂലം ഒരിക്കലും ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഒരു മാധ്യമത്തിലും അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല, വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ ആ ചോദ്യം വന്നത് അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്തിനു നീ അങ്ങനെ പരാതി കൊടുക്കാൻ പോയി? അവൻ രാത്രി കയറി വരുമ്പോ നീ കതവ് തുറന്ന് കൊടുക്കാഞ്ഞതിന്റെ പേരിലാവാം അവ ജനലിൽ കൂടെ എത്തി നോക്കിയത്. കുഞ്ഞുങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ അവരെ ഹരാസ് ചെയ്തു? കുഞ്ഞുങ്ങൾ ഒരുപാട് വിഷമിച്ച് അവിടെ ഇരുന്ന്. എന്നാ നിങ്ങൾ വന്ന് ഇത്രയും സമയം മക്കളെ നിങ്ങൾ വല്ലതും കഴിച്ചോ, നിങ്ങൾ വെള്ളം കുടിച്ചോ എന്ന് പോലും അവർ ചോദിച്ചില്ല. എന്നിട്ട് ഞാനായിട്ട് അവരുടെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു, ഇളയ കുഞ്ഞാണെങ്കിൽ ഒത്തിരി ഒന്ന് വിഷമിക്കുമ്പോഴത്തേനും അവൾക്ക് തലച്ചിട്ട് വരും, അവൾ വിഷമിച്ച് വീഴും. ആ ഒരു പേടി ഉള്ളത് കൊണ്ട് ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ അവരൊന്നും കഴിച്ചിട്ടില്ല, വെള്ളമെങ്കിലും വാങ്ങിക്കൊടുക്കും. അത് അറിഞ്ഞൂടായിരുന്നാ? ഒരു ദേഷിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചത്, അത് അറിഞ്ഞൂടായിരുന്നാ? എന്നാ വെള്ളം വാങ്ങിച്ചുകൂടെന്ന് പറഞ്ഞു. അപ്പോഴവിടെ നിന്നൊരു പോലീസുകാരനെ വിളിച്ചിട്ട് 2 കുപ്പി വെള്ളം, അല്ല നിങ്ങൾക്ക് കഴിക്കാൻ വല്ലത് വേണോന്ന് അവർ ചോദിച്ചില്ല. അവരൊരു സ്ത്രീയല്ലേ, അവര് SI തന്നെ, അവരൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ് അവര്. ഈ കുഞ്ഞുങ്ങളെ വിഷമമല്ല അവര് നോക്കിയത്. അവിടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ അന്ന് ഇന്നലെ ചോദിച്ചത്. കുഞ്ഞുങ്ങളുടെ അടുത്ത് അവര് ചോദിച്ചത്, അച്ഛൻ വന്ന് നിങ്ങളെ തൊട്ട് പിടിച്ച് നിങ്ങൾക്കത് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന്. ഈ പൊടി മക്കൾക്ക് എന്തറിയാം മോളെ, ഇതിനൊക്കെ എന്തോന്നറിയാം? അപ്പോഴവര് പറയുന്നത് ഇന്ന രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്ത്? നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഒരു പുരുഷൻ വന്ന് പിന്നെ നിങ്ങളെ വേണ്ടാത്ത ഭാഗത്ത് പിടിക്കുമ്പോ നിങ്ങൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്ത് എന്ന് കുഞ്ഞുങ്ങളടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഒരുപാട് വിഷമിച്ചു, കരഞ്ഞവരവിടെ ഇരുന്ന്. നമുക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരാൾ, അച്ഛനാവട്ടെ അല്ലെങ്കിൽ ആര് തന്നെ ആവട്ടെ, ബന്ധുക്കളാവട്ടെ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ളവരാവട്ടെ, അവരുടെ ശരീരത്തിലേക്ക് ഗുഡ് ടച്ച് ചെയ്യുമ്പോഴും ബാഡ് ടച്ച് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന സാഹചര്യമാണ്. 15ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികളെ എങ്ങനെ തൊടുന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ തൊടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച ആ ഒരു ചോദ്യത്തിന്റെ രീതിയെക്കുറിച്ചാണ് ഇപ്പോൾ ഈ അമ്മ പോയി അവനെ പോയി വിളിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ വിളിക്കും, രാവിലെ 10 മണിക്ക് വിളിക്കും. ഇത്രയും സമയമായി. ഇന്നലെ ഈ സംസാരങ്ങൾ ആ സ്റ്റേഷനിൽ നടക്കുമ്പോ ആ പരിസരത്ത് തന്നെ ഉണ്ട് ഇയാള്. എന്നിട്ടും ഇതുവരെയും സ്റ്റേഷനിൽ ഇല്ല, അയാളെ വിളിച്ചിട്ടുമില്ല, ഈ കാര്യങ്ങൾ അവർ അന്വേഷിച്ചിട്ടുമില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഞാൻ മക്കളടുത്ത് ഞാൻ പറഞ്ഞു, മക്കളെ ഇനി നമുക്ക് ജീവിക്കണ്ടാടി, നമുക്ക് ഈ കിണറ്റി ചാടാം,
ഈ പോലീസുകാർ തന്നെയാണ് ഇതിന് ഉത്തരവാദി, നമ്മളെ മരണത്തിന് ഉത്തരവാദി. നമുക്ക് കിണറ്റി ചാടാ മക്കളെ എന്ന് പറഞ്ഞു. അത്ര വിഷമമുണ്ട് മോളെ. എന്തിനാ അവരിങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഈ ക്രൂരത കാണിക്കുന്നത്? എന്റെ ഭർത്താവിന് പണമുണ്ട്, അവർക്ക് ആൾ സ്വാധീനമുണ്ട്, അവരെ പിന്നെ ഇന്ന് സഹായിക്കാൻ അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളെ ദ്രോഹിക്കണോ? എന്റെ ഇടയ്ക്ക് ഈ മക്കളെ ദ്രോഹിക്കണോ? അവരൊരു സ്ത്രീയല്ലേ, അവർക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? ഇത്രയും നേരമായല്ലേ, ഒന്ന് വിളിപ്പിക്കാവട്ടെ. അയാൾ എവിടെ വിളിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ വാ, തീരുമാനങ്ങൾ അറിയാം. എന്നിട്ട് എന്നെ വിളിച്ച് കുറ്റം പറയുന്നവരേ ഉള്ളൂ. പഞ്ചായത്തിൽ ഞങ്ങളെ വിളിപ്പിച്ചിട്ട് അവർ പറഞ്ഞു ഇവിടെ ഇപ്പൊ ആള് കൂടുതലാണ്, കൃഷി ഓഫീസിലോട്ട് വരും, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. വിളിച്ചിട്ട് പഞ്ചായത്തിൽ വിളിപ്പിച്ചിട്ട് അവർ ചോദിച്ചത് നിങ്ങൾ മീഡിയക്കാരെ അറിയിക്കാൻ പോയത് എന്തിനെന്ന്. മീഡിയ അറിഞ്ഞതുകൊണ്ടല്ലേ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ ഇപ്പൊ ഞാൻ ഇത്രയും വിളി പറഞ്ഞു വന്നത്? ഇവിടെ ഇത്രയും ജനങ്ങളുണ്ടല്ലോ, ഈ പഞ്ചായത്തുണ്ട്, പോലീസുണ്ട്, എല്ലാ നിയമങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ ഈ നാട്ടിൽ ഇവരാരും ജനിച്ചു തിരിഞ്ഞു വളർന്നവളാ. നോക്കിയില്ലല്ലോ. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഞാനും എന്റെ കുഞ്ഞുങ്ങളും മരിക്കുന്നതിന് മുന്നേ ഇത് ആരെങ്കിലും ഒന്ന് അറിയണോന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ പുറത്തിറക്കിയതാണെന്ന് പറഞ്ഞു. ആരെങ്കിലും ഇതിന് സാക്ഷി വേണമല്ല. ഇന്ന് വന്ന് ആ കൊച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ നിങ്ങൾ മരിക്കല്ലേ, നിങ്ങൾക്ക് ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട്, നിങ്ങൾ എപ്പോഴും മരിക്കണം ആ ഒരു ചിന്തയെ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട്? കുഞ്ഞുങ്ങൾ ഇതാ പറയുന്നത്, അമ്മ നമുക്ക് ജീവിക്കണ്ട, നമുക്ക് മരിക്കാം. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, നാണക്കേട്, നമുക്ക് പുറത്തോട്ട് ഇറങ്ങണ്ടേ. അപ്പൊ അവരിന്ന് വന്ന കോടതിയിൽ നിന്ന് വന്ന് അവർ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താം, അല്ലാതെ പറ്റത്തില്ല. ഇനി അവൻ ശല്യം ചെയ്യാൻ വന്നാൽ അവർക്ക് നല്ല പേടിയായി ഇന്ന് വന്നിട്ട് പോയത്. അത്ര വിഷമമുണ്ട് മോളെ. ഇന്നലെ ഈ അമ്മ ശരിക്കും വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഞങ്ങളുടെയൊക്കെ നെഞ്ചിൽ ചേർന്ന് കിടന്നാണ് ഈ അമ്മ കരഞ്ഞ് ഒരുപാട് കഥകൾ പറഞ്ഞത്. ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ ഞങ്ങളോട് ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. ആ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾ പുറം ലോകത്ത് എത്തിച്ചപ്പോഴാണ് പഞ്ചായത്ത് അധികൃതരാവട്ടെ ഇവിടുത്തെ ജനപ്രതിനിധികളാവട്ടെ ഒന്ന് വിളിച്ചെങ്കിലും നോക്കിയത്. പക്ഷെ ആരും ഇവിടെ എത്തിയിട്ടില്ല ഈ നിമിഷം വരെ. എന്ന് മാത്രമല്ല, ഇവർ പരാതി നൽകിയ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുവരെയും ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആ നരാധമനെ വിളിച്ചിട്ട് പോലുമില്ല. ഇതെന്ത് നീതിയാണ്? ഇതാണ് ഇനിയും അവശേഷിക്കുന്ന ചോദ്യം. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.